ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കുറച്ച് സീരിയസ് ആണ്. അതെ, തൽക്കാലം നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട. ചേച്ചി മഹാദേവൻ അങ്കിളിനെ കൂടി ഒന്ന് വിളിക്കണം. എന്താ ദുർഗെ? ഞാനിപ്പോ വരാം. അല്ല, നിനക്ക് നാണമില്ലേ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് താമസിച്ചിട്ട് ആ വീട്ടിലെ പെണ്ണിനെ ചുമന്നോട് നടക്കാൻ? അതോ നിനക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യം ഇതാണോ, ഇങ്ങനെ ഒരുത്തേം ചുമന്നോണ്ട് നടക്കുന്നത്? അത് ശരിയാ. ഇവിടെ ഒരുത്തി ആരുടെങ്കിലും തോളിൽ കയറാൻ കാത്തിരിക്കുമ്പോ പിന്നെ എന്തിനാ ഇവനെ കുറ്റം പറയുന്നത്? ദുർഗയെ കുറിച്ച് വെറുതെ അനാവശ്യമൊന്നും പറയരുത്. ദേ നാത്തൂനെ, ഇവൻ പറയുന്ന കേട്ടില്ലേ? അവളെ പറഞ്ഞപ്പോ ഇവന് പൊള്ളി. അത് പിന്നെ പൊള്ളാതിരിക്കോ? ഇവൻ താലി കെട്ടിയില്ലാന്നൊരു കുറവല്ലേ ഉള്ളൂ. ഇവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് തന്നെയല്ലേ ദുർഗ? ആ ദേ വന്നല്ലോ. ഇനിയിപ്പൊ രണ്ടിനും കൂടി ഒട്ടിച്ചേർന്നിരുന്നങ്ങ് പോവാലോ. ആരെങ്കിലും ചോദിച്ചാ സ്കൂളിലേക്കാണെന്ന് പേരും. സത്യത്തിൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങള് സ്കൂളിലേക്ക് പോകുന്നെന്ന് അപ്പച്ചിക്ക് അറിയാവുന്നല്ലേ? എനിക്കറിയില്ല. നിങ്ങൾ പോകുന്ന സ്ഥലം അന്വേഷിക്കലല്ല എന്റെ ജോലി. ആ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം സത്യം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് സ്കൂളിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ ആയിക്കോ. അത് പക്ഷേ ഇവന്റെ കൂടെ വേണ്ട. സ്കൂട്ടറിന്റെ പുറകെ ഇരുന്നാ മാത്രമല്ല, ബസ്സിൽ കയറി പോയാലും സ്കൂളിൽ ചെല്ലാം. ഇനി മുതല് അങ്ങനെ അങ്ങ് പോയാ മതി. ഇനിയിപ്പോ തോന്നിയാസം നടന്നേ പറ്റുള്ളെങ്കിൽ അതിനും എനിക്ക് പരാതിയില്ല. പക്ഷേ അത് ഈ വീട്ടിൽ താമസിച്ചോണ്ട് വേണ്ട. ഞങ്ങള് കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാവുന്നില്ലല്ലോ. ഓ, പിന്നെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓ, നിങ്ങൾ കാരണം പ്രശ്നമില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്റെയൊക്കെ ഒരുമിച്ചുള്ള ഈ സർക്കിട്ടിനെ കുറിച്ച് ആൾക്കാർ വരെ സംസാരിച്ചു തുടങ്ങി. അതറിയാവോ? ഓ, അതെ, ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെ അറപ്പാവുന്നു. ആ അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ ദുർഗേ? ആ അമ്മ ഒരാളെ ഇവരെങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇവള് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, അത് മറക്കണ്ട. ഓ, ദുർഗയുടെ കാര്യം ഓർത്ത് നിനക്ക് ഒരു ടെൻഷനും വേണ്ട. തൽക്കാലം നീ നിന്റെ മോളുടെ കാര്യം മാത്രം നോക്ക്. ദുർഗയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ, അല്ലെങ്കിലും ഇവൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അതൊന്നും കാണില്ലല്ലോ. എല്ലാത്തിനും എന്തെങ്കിലും ന്യായം കാണുമല്ലോ അമ്മയ്ക്ക് പറയാം. സത്യത്തിൽ നിങ്ങൾക്ക് നാണമില്ലേ ദുർഗയുടെ പിറകെ ഇങ്ങനെ നടക്കാൻ? വെറുതെ ഇരുന്ന് വട്ടുപിടിക്കാണെങ്കിലേ പോയി പറമ്പിലെ കാടും പടലും ഒക്കെ പറിച്ച് വൃത്തിയാക്ക്. അങ്ങനെയെങ്കിൽ തിന്നതൊക്കെ ഒന്ന് ദഹിക്കട്ടെ. കിരണേ, നീ വണ്ടി സ്റ്റാർട്ടാക്ക്. എന്നിട്ട് രണ്ടുപേരും കൂടി പോകാൻ നോക്ക്. ഒരു പണിയില്ലാത്തവർക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നിക്കാം. നിങ്ങൾക്ക് സമയത്ത് സ്കൂളിൽ ചെല്ലണ്ടേ? ശരി മുത്തശ്ശി. ചെല്ല് ചെല്ല് മോളെ, ചെല്ല്. മോള് കേറും, ചെല്ല്. ഇങ്ങനെ രണ്ടെണ്ണം കഷ്ടം. ആഹാ, ആരൊക്കെയത്? വാ, അകത്തേക്ക് വാ. നിങ്ങളെ കാണുമ്പോ മോൾക്കത് വലിയ സന്തോഷാവും.
അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ മടിച്ചു നിൽക്കുന്നേ? അതിക്ക് വാ. വേണ്ട ചേച്ചി, നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. എന്തുപറ്റി? നിങ്ങളുടെ മുഖത്തെന്തോ ഒരു ടെൻഷനുള്ള പോലെ. അത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കുറച്ച് സീരിയസ് ആണ്. അതെ, തൽക്കാലം നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട. ചേച്ചി മഹാദേവൻ അങ്കിളിനെ കൂടി ഒന്ന് വിളിക്കണം. എന്താ ദുർഗെ, കാര്യം എന്തായാലും എന്നോട് പറയേ. അല്ല ചേച്ചി, ഈ കാര്യം സംസാരിക്കുമ്പോ അങ്കിള് കൂടി ഉണ്ടാവണം. ചെറിയച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്ക. നിങ്ങൾ കാര്യം എന്താന്ന് എന്നോട് പറ. അത് ചേച്ചി, രണ്ടുപേർക്കും എന്താ പറ്റിയത്? നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ സംസാരിക്കാൻ ഇങ്ങനെ മടിക്കുന്നത്? കാര്യം എന്തെന്നായാലും പറയേ. രാവിലെ തന്നെ രണ്ടും കൂടി വന്നല്ലോ. ഇവളല്ലേ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തേ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ലെന്ന്. എത്ര പറഞ്ഞാലും ഈ നാശം അനുസരിക്കില്ലല്ലോ. ഇവളുടെ അഹങ്കാരം ഇന്ന് തന്നെ അവസാനിപ്പിക്കണം. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് കാര്യം പറയാം. ഇവക്കുള്ള മറുപടി അമ്മ തന്നെ കൊടുത്തോളൂ. ശരി, വാ. ഹലോ മോളെ. ആ കിരണും ദുർഗയും വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ദുർഗയോ? അതെ, അവള് മാത്രമല്ല, ആ കിരണും ഉണ്ട്. ആ നാശം എന്തിനാ അങ്ങോട്ട് വന്നത്? അത് ഞാൻ അമ്മയോടല്ലേ ചോദിക്കേണ്ടത്. അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഇനി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ വലിയ വർത്താനം പറഞ്ഞല്ലോ. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ മോളെ കാര്യം? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അവൾ അങ്ങോട്ട് വന്നത്. ഓ, അപ്പൊ ഞാനിതൊക്കെ ആരോടെ ഇനി പറയണ്ടേ? നീ ടെൻഷൻ അടിക്കണ്ട. അവളെ നിലയ്ക്ക് നിർത്തേണ്ട കാര്യം ഞാൻ ഏറ്റു. ഇനി ഒരിക്കലും ദുർഗ ഇന്ദ്രപ്രസ്ഥത്തിൽ വരില്ല. അതിന് വേണ്ടത് ഞാൻ ചെയ്തോളാം. ഒരു തവണ അമ്മയുടെ ഈ വാക്ക് ഞാൻ വിശ്വസിച്ചതാ. ഇനി അത് തന്നെ ഞാൻ വീണ്ടും വിശ്വസിക്കണോ? ഇനി ഒരിക്കലും അവിടെ കയറില്ലെന്ന് ദുർഗ എനിക്ക് സത്യം ചെയ്തു തന്നതാ. പിന്നെ എന്തിനാ നാശം അവിടെ വന്നതെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ പറയുന്ന വാക്കിന് അവൾക്ക് വിലയുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലാതായി. അതെ, എത്രമാത്രം അഹങ്കാരം ഉണ്ടായിട്ടാ അമ്മയ്ക്ക് തന്ന വാക്ക് അവള് തെറ്റിച്ചേ.